ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇഷ്ടമാത്ര സീരിയലിൽ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് മഹേഷിനെയാണ്. മഹേഷ് കൂട്ടുകാരനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. കൂട്ടുകാരനോട് പറയുന്നുണ്ട്, എന്താണ് ആണോ എപ്പോ, അതെല്ലേ, ഓക്കെ ഓക്കെ ഞാൻ കോണ്ടാക്ട് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് മഹേഷ് ഫോൺ വെക്കാണ്. ശേഷം മഹേഷിന്റെ പഴയ ഒരു കൂട്ടുകാരത്തിന് ഫോൺ ചെയ്യാട്ടോ. സാന്ദ്ര എന്നാണ് പേര്. അവരിപ്പോ ഒരു പോലീസുകാരിയാണ്. അപ്പൊ മഹേഷ് ഫോൺ ചെയ്യുമ്പോൾ തന്നെ സാന്ദ്ര ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ മഹേഷ് എന്ന് പറയുമ്പോൾ, ആഹാ അപ്പൊ താന്റെ നമ്പർ ഡിലീറ്റ് ഒന്നും ചെയ്തിട്ടില്ല അല്ലെ? കൊള്ളാം, മഹേഷിന് നല്ലൊരു ഫ്രണ്ട് അല്ലേ, ഫ്രണ്ട്സിന്റെ നമ്പർ എന്തിനാ ഡിലീറ്റ് ചെയ്യണത്? താൻ ഇന്ന് രാവിലെ ഇവിടെ ചാർജ് ചെയ്ത കാര്യം ഞാൻ ഇന്ന് രാവിലെ അറിഞ്ഞത്. ഇന്ന് രാവിലെ മഹേഷ് ഞാൻ ചാർജ് ചെയ്തത്. അല്ല മഹേഷ് സുഖാണല്ലോ അല്ലെ? എന്ത് പറയാനോ, ഒരു ആക്സിഡന്റ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ആക്സിഡന്റോ? മഹേഷ് എന്ത് സഹായം വേണമെങ്കിലും മഹേഷിന് എന്നോട് ചോദിക്കാട്ടോ. അത് വേറൊന്നല്ലടോ, ഒരു ആക്സിഡന്റ് കഴിഞ്ഞു. പക്ഷെ ആ ആക്സിഡന്റിൽ എനിക്ക് ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ട്. സംശയങ്ങളോ? എന്ത് സംശയങ്ങൾ? അത് ആക്സിഡന്റ് ശരിക്കുള്ള ആക്സിഡന്റ് ആണോ, അത് കരുതിക്കൂട്ടി ആരെങ്കിലും എന്നെയും എന്റെ ഭാര്യ ഇഷിതേനെയും കൊലപ്പെടുത്താൻ നോക്കിയതാണോ എന്നൊരു സംശയമുണ്ട്. മഹേഷിന് അങ്ങനെ സംശയം തോന്നാൻ കാരണം അതല്ല, അതിന് ശേഷം പോലീസ്, ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് പോലീസ് വന്നിരുന്നു, അവിടുത്തെ എസ് ഐ തിലകൻ സാറ്. ആ സാറ് വന്നപ്പോഴേക്കും ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു. സാറിനും സംശയം ഉണ്ടായിരുന്നു, ഇതൊരു ആക്സിഡന്റ് തന്നെയാണോ എന്നൊരു സംശയം സാറിനും ഉണ്ടായിരുന്നു. അപ്പൊ സാർ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു പോയി. പിന്നെ അതിന്റെ അന്വേഷണവും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ആണോ? മഹേഷ് ഒന്നും കൊണ്ട് പേടിക്കണ്ട, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സാന്ദ്ര ഫോം വെക്കാണ്. ശേഷം ഒരു കോൺസ്റ്റബിളെ വിളിക്കാനുണ്ട്. അതെ ഇങ്ങോട്ട് വന്നേ. എന്താ? അതെ കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡന്റ് അല്ലേ മഹേഷ് ചന്ദ്രന്റെ, അതിന്റെ കാര്യം എന്തായി? അതിന്റെ കേസ് അന്വേഷിച്ചോ? മാഡം അതിന്റെ കേസ് അന്വേഷിക്കണത് തിലകൻ സാർ ആയിരുന്നു. സാർ ആ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടുത്തെ ഫുട്ടേജും, അവരുടെ ഫ്ലാറ്റിലെ ഫോട്ടേജും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് പോയതായിരുന്നു. പക്ഷെ അത് കിട്ടിയില്ല. പിന്നെ പിറ്റേ ദിവസം തന്നെ സാറ് ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ആക്കി കളഞ്ഞും ചെയ്തില്ലേ? ഓഹോ അങ്ങനെയാണല്ലേ, ശരി നമുക്ക് ആ കേസ് എത്രയും പെട്ടെന്ന് അന്വേഷിക്കണം. ഓക്കെ, അതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല. ഇന്ന് പറ്റുമെങ്കിൽ ഇന്ന് തന്നെ അന്വേഷിക്കണം എന്നൊക്കെ സാന്ദ്ര പറയണം. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ആദീനെയും അതുപോലെ തന്നെ രചനേനെയാണ്. രചന ആദ്യടുത്ത് പറയുന്നുണ്ട്, മോനെ നീ അവിടെ കയറിപ്പോയാൽ അവരൊന്നും പറയില്ലായിരിക്കും, പക്ഷെ ഞാൻ കയറിപ്പോവാണെന്നുണ്ടെങ്കിൽ അവർ ഓരോന്നൊക്കെ പറയും മോനെ. അവർക്ക് അതൊന്നും തീരെ ഇഷ്ടപ്പെടില്ല. മമ്മി അതൊന്നും ആലോചിക്കണ്ട, മമ്മി എന്റെ കൂടെ അല്ലേ വരുന്നത്, മമ്മി വാ എന്ന് പറഞ്ഞിട്ട് ആദി നമ്മുടെ രചനയും കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ രചന പറഞ്ഞു, മോനെ അവരെന്നെ മഹേഷിനെ കാണിക്കുന്നില്ലെങ്കിൽ മോൻ പറഞ്ഞ് മനസ്സിലാക്കി മഹേഷിനെ ഒന്ന് കാണിച്ചു തരണം കേട്ടോ, മമ്മി പേടിക്കണ്ട, നമുക്ക് എന്താ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ആദി രചനനെ കൂട്ടിക്കൊണ്ട് മഹേഷിന്റെ വീട്ടിലേക്ക് പോവാട്ടോ. ബെല്ലടിക്കുമ്പോ ആദ്യമാണ് ബെല്ലടിക്കുന്നത്. ബെല്ലടിക്കുമ്പോ സ്വപ്നവല്ലിയാണ് വാതിൽ തുറക്കുന്നത്. ഇതാര്? ആദ്യ മോനോ? മഹേഷ് നിന്നെ കാത്തിരിക്കായിരുന്നു, നീ വരുമെന്ന് ചിപ്പിമോള് പറഞ്ഞായിരുന്നു. അതെ ഞാൻ ചിപ്പിയെടുത്ത് പറഞ്ഞായിരുന്നു ഇന്ന് വരുമോ എന്നുള്ള കാര്യം. നിനക്ക് ഇപ്പോഴെങ്കിലും ഒന്ന് വരാൻ തോന്നിയല്ലോ മോനെ, നീ ഹോസ്പിറ്റലിൽ പോയ കാര്യമൊക്കെ അറിഞ്ഞു. എത്ര ദിവസമായി അച്ഛമ്മ നിന്നെ കണ്ടിട്ട്. എന്തായാലും നീ നിന്റെ ഡാഡിക്ക് വയ്യെന്ന് പറഞ്ഞപ്പോ ഓടി വന്നല്ലോ മോനെ, അകത്ത് വാ. അത് അച്ഛമ്മേ, എന്റെ കൂടെ ഒരാള് കൂടിയുണ്ട്. ഒരാളോ? അതാരാ എന്ന് ചോദിക്കുമ്പോഴേക്കും എന്റെ മമ്മി എന്ന് പറയാണ്. രചന വരുന്നുണ്ട്. രചനയെ കാണുമ്പോ തന്നെ സ്വപ്നവലിക്ക് ദേഷ്യം വരുവാട്ടോ. മമ്മി വാ എന്ന് പറഞ്ഞിട്ട് ആദ്യം അകത്തേക്ക് കയറ്റുവാണ്. സ്വപ്നവലി പറയുന്നുണ്ട്, രചന അവിടെ നിന്നേ എന്ന് പറയാണ്. ശേഷം സ്വപ്നവലി പറയുന്നുണ്ട്, മോനെ ആദ്യം നീ ഒന്നും വിചാരിക്കരുത്, എനിക്ക് നിന്റെ അമ്മയടുത്ത് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാണ്ട്. നീ ചെറുതാണ്, നിനക്ക് ചിലപ്പോൾ പല കാര്യങ്ങളും മനസ്സിലായില്ലെന്ന് വരും. പക്ഷെ എനിക്ക് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞല്ലേ പറ്റൂ. മഹേഷും രചന തമ്മിൽ ബന്ധം വേർപെടുത്തിയതാണ്. മഹേഷ് ഇപ്പൊ വേറൊരു കല്യാണം കഴിച്ചു, ഇഷിത, അവൾ ഇവിടെ ഉണ്ട്. ഇവള് കയറി വന്ന ഇഷിത എന്ത് വിചാരിക്കും? അത് മാത്രല്ല മഹേഷിന് ഇവിടെ കാണുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഇത് ശരിയാവില്ല മോനെ. പിന്നെ ബന്ധം അറുത്തുപോയവര് അങ്ങനെ പോണത് തന്നെയാണ് നല്ലത്. വീണ്ടും ആ ബന്ധം കൂട്ടി യോജിപ്പിക്കാൻ നിൽക്കാതിരിക്കണേ നല്ലത് എന്നൊക്കെ നമ്മുടെ സ്വപ്നവല്ലി പറയാണ്. അതുകൊണ്ട് ഇവളെന്തായാലും മഹേഷിനെ കാണിക്കാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ ആദി പറയണ്ട്, എങ്കിൽ മമ്മി ഇവിടെ നിൽക്ക്, ഞാൻ ഡാഡിനെ കണ്ടിട്ട് പെട്ടെന്ന് വരാം, മമ്മി കാറിൽ വെയിറ്റ് ചെയ്തോ എന്ന് പറയുമ്പോൾ രചന, മോനെ ഞാനും കൂടി വരട്ടെ എന്ന് കണ്ണിങ്ങനെ വെച്ചിങ്ങനെ കാണിക്കുമ്പോ ആദ്യം അത് മൈൻഡ് ചെയ്യുന്നില്ല. ആദ്യം അകത്ത് കയറി പോവാണ്. ആ സമയത്ത് രചന സ്വപ്നവല്ലി പറയുന്നുണ്ട്, നീ പുറത്തേക്ക് പോയിക്കോ, ആദ്യമോ പറഞ്ഞ കേട്ടല്ലോ, ശരി അമ്മയുടെ ഭാഗം എല്ലാം പറഞ്ഞല്ലോ, ഇനി ഞാൻ എന്റെ കാര്യങ്ങൾ അമ്മയടുത്ത് പറയട്ടെ, നിനക്ക് എന്ത് കാര്യങ്ങളാണ് പറയാനുള്ളത്, എനിക്കൊന്നും കേൾക്കണ്ട എന്ന് പറയുമ്പോ, അല്ല അമ്മയും മഹേഷിന്റെ ഭാര്യ എന്നൊക്കെ പറഞ്ഞല്ലോ, ഒരുത്തിയുടെ കാര്യം, ഇഷിതയുടെ കാര്യം. പക്ഷെ മഹേഷിന് ആക്സിഡന്റ് വന്ന് കിടന്നപ്പോ ഈ പറഞ്ഞ ഭാര്യയൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ കറക്റ്റ് സമയത്ത് അവിടെ എത്തിയതുകൊണ്ടാണ് മഹേഷിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് മഹേഷ് ഇപ്പൊ ഈ നിലയിൽ കിടക്കണതെന്ന് അമ്മക്ക് ഓർമ്മ വേണം എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ സ്വപ്നയുടെ മനസ്സൊന്ന് പതറുന്നുണ്ട് കേട്ടോ. ശേഷം രചനക്ക് അത് മനസ്സിലായ സ്വപ്നയിൽ വീണു തുടങ്ങിയെന്ന്. അപ്പൊ രചന അതേ കയറി പിടിക്കുകയാണ്. അമ്മക്കറിയാവോ, എന്റെ രണ്ട് മക്കളുടെ അച്ഛനല്ലേ മഹേഷ്, എനിക്ക് ആ ബന്ധം വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ? ഞാനും മഹേഷും വേർപിരിഞ്ഞു,
ഞങ്ങൾ രണ്ടും ഒന്നാവാൻ പോകുന്നില്ല. പക്ഷെ മക്കള് അവർക്ക് അവരുടെ ഡാഡിനെ കാണണ്ടേ, അവരുടെ മമ്മീനെ കാണണ്ടേ? ആ ബന്ധം വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ അമ്മേ? ഞാൻ എന്റെ വയറ്റിൽ ചുമന്ന് പ്രസവിച്ചതല്ലേ ചിപ്പീനെ 10 മാസം. അവളെ കാണാനുള്ള അവകാശം എനിക്കില്ലേ? എന്റെ മോൻ ആദിക്ക് അവന്റെ ഡാഡി മഹേഷിനെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതാ ഞാൻ വരുന്നില്ലെന്ന്. അവനാ പറഞ്ഞത് മമ്മിയും കൂടി വാ എന്ന് പറഞ്ഞിട്ട് എന്നെ നിർബന്ധപൂർവ്വം വിളിച്ചോണ്ട് വരുമായിരുന്നു. അല്ലാതെ ഞാൻ മഹേഷിന്റെ ജീവിതത്തിൽ ഇടിച്ചു കയറി വരാനോ മഹേഷിന്റെ ജീവിതം കുളം തോണ്ടാനോ ഒന്നും വന്നതല്ല അമ്മേ എന്ന് പറയാണ്. അപ്പൊ അത് കേൾക്കുമ്പോഴേക്കും സ്വപ്നവലി പറയുന്നുണ്ട്, ആ എന്തെങ്കിലും ആവട്ടെ, എന്തായാലും മഹേഷിന് നിന്നെ കാണാൻ താല്പര്യമില്ല, അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് സ്വപ്നവലി അപ്പുറത്തേക്ക് പോകുവാട്ടോ. അപ്പൊ രചനയ്ക്ക് സന്തോഷമാവണം. സ്വപ്നവലി ചെറുതായിട്ടൊന്ന് വീണു എന്ന് പറഞ്ഞിട്ട് രചന അവിടെ തന്നെ അങ്ങ് നിൽക്കുവാട്ടോ. ആദിനെ കാണുമ്പോ മഹേഷിന് ഭയങ്കര സന്തോഷമാവാട്ടോ. മഹേഷ് പറഞ്ഞിട്ട്, ഹാവോ എന്റെ മോൻ വന്നല്ലോ, സന്തോഷമായി എന്ന് പറയുമ്പോ ചിപ്പി പറയുന്നുണ്ട്, മമ്മി അറിയാതായിരിക്കും ആദ്യേട്ടൻ വന്നേല്ലേ, മമ്മി അറിഞ്ഞാൽ പ്രശ്നമാകും അല്ലേ, ആദ്യേട്ടൻ ഇവിടെ നിന്നൂടെ എന്ന് ചോദിക്കുമ്പോ മഹേഷ് പറയുന്നുണ്ട്, ആദി എങ്ങനെ ഇവിടെ നിൽക്കാനാ മോളെ, അവന്റെ മമ്മി സമ്മതിക്കില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ രചന അങ്ങോട്ടേക്ക് വരുവാട്ടോ. രചനനെ കാണുമ്പോ പെട്ടെന്ന് തന്നെ ചിപ്പി പറയുന്നുണ്ട്, ഡാഡി ദേ മമ്മി എന്ന് പറയാണ്. ആദ്യം പറയുന്നുണ്ട്, ഞാൻ പറയാൻ മറന്നു ഡാഡി, ഞാൻ മമ്മിയുടെ കൂടെയാ വന്നത്. മഹേഷിന് ഇപ്പൊ എങ്ങനെയുണ്ട്? ആ കുഴപ്പമില്ല എന്ന് മഹേഷ് പറയണല്ല. ഇത്ര പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്ത് വരണ്ടായിരുന്നു മഹേഷ്. അല്ല മഹേഷിനെ നോക്കാൻ ഹോസ്പിറ്റലിൽ ആളില്ലാനിട്ടാണെന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അല്ല ഞാൻ ഫ്രീ ആയിരുന്നു, ഞാൻ വന്ന് നോക്കായിരുന്നല്ലോ മഹേഷിനെ. അല്ല എനിക്കൊരു അപകടം പറ്റുമ്പോ മഹേഷ് നോക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് മഹേഷിനൊരു അപകടം പറ്റുമ്പോ ഞാനും നോക്കിയാനായിരുന്നല്ലോ എന്ന് രചന പറയുമ്പോഴേക്കും മഹേഷിന് ദേഷ്യം വരുവാട്ടോ. ആ സമയത്ത് പെട്ടെന്ന് ചിപ്പി പറയണ്ട്, അല്ല ഡാഡിക്ക് ഇപ്പൊ ഒരു മരുന്ന് കഴിക്കാനില്ലേ എന്ന് പറയുമ്പോഴേക്കും, ആണോ ഏത് മരുന്നാ ചിപ്പി എന്ന് രചന ചോദിക്കാണ്. അതെ മമ്മി എടുത്തു കൊടുക്കണ്ട, അമ്മ വരും, അമ്മ എടുത്തു കൊടുത്തോളും. അയ്യോ അത് പറ്റില്ല ചിപ്പി, അതെ കറക്റ്റ് സമയത്ത് കഴിക്കേണ്ട മരുന്നാണെങ്കിൽ അത് എടുത്തു കൊടുക്കണം, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് മരുന്ന് ഡബ്ബ തുറക്കാണ്. അപ്പോഴേക്കും ആദ്യം പറഞ്ഞിട്ട്, മമ്മി പുറത്ത് കാറിൽ പോയിരിക്കും, ഞാൻ വന്നോളാം. അതിനെന്താ മോനെ ഞാനിവിടെ നിന്നാല് എന്ന് പറഞ്ഞിട്ട് രചന വേഗം തന്നെ മരുന്ന് ഡപ്പിന്ന് ആ മരുന്ന് എടുക്കാട്ടോ. ആ മഹേഷ് ദേ ഇതാ മരുന്ന്, ഇന്നാ മരുന്ന് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് മരുന്നും വെള്ളവും കൊടുക്കാണ്. മഹേഷ് അത് വാങ്ങിക്കാൻ മടിക്കുമ്പോ ആദ്യം പറയണ്ട്, ഡാഡി മരുന്ന് കഴിക്കുക, സമയത്തിന് മരുന്ന് കഴിക്കണ്ടേ എന്ന് പറയാണ്. ആ സമയത്താണ് അവിടേക്ക് ഇഷിത വരുന്നേട്ടോ. ഇഷിത വരുമ്പോ കാണുന്ന കാഴ്ച രചന മഹേഷിന് മരുന്ന് കൊടുക്കണതാണ്. അത് കാണുമ്പോ തന്നെ ഇഷിതക്ക് ആകെ വല്ലാത്തൊരു വിഷമവും ദേഷ്യവും ഒക്കെ തോന്നുവാണ്. ഇഷിത നോക്കുമ്പോ രചന രചന അഹങ്കാരത്തോടു കൂടി തന്നെ ആ മരുന്ന് നമ്മുടെ മരുന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മഹേഷിന് കൊടുക്കാണ്. മഹേഷ് ആ മരുന്ന് കഴിച്ചിട്ട് വെള്ളം കുടിക്കുന്നുണ്ട്. ശേഷം രചനയാണെന്നുണ്ടെങ്കിൽ ദേഷ്യത്തോടു കൂടി തന്നെ അഹങ്കാരത്തോടു കൂടി ഇഷിതനെ ഇങ്ങനെ നോക്കുവാട്ടോ. ആ സമയത്ത് ചിപ്പി നോക്കുമ്പോഴേക്കും മനസ്സിലാവുന്നുണ്ട് അവിടെ ഇഷിത വന്നിട്ടുണ്ട്. ആ ദേ അമ്മ വന്നല്ലോ, അമ്മേ വാ എന്ന് പറഞ്ഞിട്ട് ഇഷിതനെ വിളിച്ചിട്ട് അകത്തേക്ക് വരുവാണ് നമ്മുടെ ചിപ്പി. ആ സമയത്ത് രചന പറയണ്ട്, മഹേഷിന്റെ സുഖവിവരങ്ങൾ അറിയാൻ വേണ്ടി വന്നതായിരുന്നു ആദ്യം ഞാനും എന്ന് പറയുമ്പോഴേക്കും, അത് നല്ലതാ, സുഖവിവരങ്ങൾ അറിയാനായിട്ട് ആരെങ്കിലും വരണമല്ലോ. പിന്നെ മരുന്ന് കഴിച്ചില്ലെന്ന് കേട്ടപ്പോ മരുന്ന് എടുത്തു കൊടുത്തതാണ്. മഹേഷിന് ഹോസ്പിറ്റലാണെങ്കിൽ മരുന്ന് കറക്റ്റ് സമയത്ത് അവരെടുത്ത് കൊടുക്കുമായിരുന്നു. ഇപ്പൊ എടുത്തു കൊടുക്കാനും ഓർമ്മപ്പെടുത്താനൊക്കെ ആൾക്കാരുള്ളത് നല്ലതാണ് എന്ന് രചന എടുത്ത് ഇഷിത പറയുമ്പോഴേക്കും ആദിക്ക് കാര്യം മനസ്സിലായി. ആദ്യം പറയണ്ട്, മമ്മി വാ നമുക്ക് പോകാം, മോൻ എന്നാ മോന്റെ ഡാഡി അടുത്ത് യാത്ര പറ, ഞാൻ മോന്റെ അച്ഛമ്മേനൊന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് രചന പുറത്തേക്ക് ഇറങ്ങാണ്. ശേഷം ആദ്യം പറയുന്നുണ്ട്, ഡാഡി എന്നാ ഞാൻ എന്ന് പറയാണ്. ആ സമയത്ത് ഇഷിതയുടെ മുഖത്തേക്ക് ആദ്യം ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. ശേഷം രചന പുറത്തേക്ക് പോകുമ്പോഴേക്കും സന്തോഷത്തോടെ രചന അവിടെ നിൽക്കുകയാണ്. മഞ്ജിമ വരുന്നുണ്ട്. നീ ഞാൻ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടത്തിയല്ലേ? മഞ്ജിമ എന്താ ഉദ്ദേശിച്ചത്? അല്ല മോനെ വെച്ചിട്ടുള്ള നിന്റെ നാടകമൊക്കെ എനിക്ക് മനസ്സിലായി രചന. അല്ല നീ എന്താ പറഞ്ഞു വരുന്നത്? അല്ല ആദ്യം ഞാൻ വിചാരിച്ചു നിനക്ക് മഹേഷിനോട് ഇഷിതടുത്ത് വല്ലാതെ ദേഷ്യവും പകയാണെന്ന്. പക്ഷെ ഇപ്പോഴല്ലേ മനസ്സിലായത് നിനക്ക് മഹേഷിന്റെ ജീവിതത്തിൽ കടന്നു വരാൻ ആഗ്രഹമുണ്ടോ രചന? സത്യം പറ. അത് ഞാൻ രചന ഇനി മഞ്ജിമടുത്തൊന്നും മറച്ചു വെക്കുന്നില്ല. എനിക്ക് മഹേഷിന്റെ ജീവിതത്തിലേക്ക് വരാൻ താല്പര്യമുണ്ട്. എന്റെ 2 കുട്ടികളുടെ അച്ഛനല്ലേ മഹേഷ്, അതുകൊണ്ട് മഹേഷിന്റെ ജീവിതത്തിലേക്ക് വരാൻ എനിക്ക് താല്പര്യമുണ്ട്. എങ്കിൽ ഞാൻ നിന്നെ സഹായിക്കാം. കാരണം ഇഷിതയുടെ പടിയിറക്കം അതെനിക്ക് കാണണം. നമ്മൾ 2 പേരും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ഇഷിതനെ ഇവിടെ നമുക്ക് തുരത്താം. ശേഷം നിനക്ക് ഈ വീട്ടിലേക്ക് വരികയും ചെയ്യാം. അതിന് ഞാൻ നിന്റെ കൂടെ നിൽക്കും എന്ന് മഞ്ജിമ രചന എടുത്ത് പറയാണ്. രചനക്കും ഭയങ്കര സന്തോഷമാവാട്ടോ. ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് രചന എടുത്ത് ആദ്യം ചോദിക്കണ്ട്, മമ്മി സത്യം പറ, ഡാഡിയുടെ ജീവിതത്തിലേക്ക് പിന്നെയും വരാനായിട്ട് മമ്മിക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോ രചന പറയണ്ട്, മോനോട് ഞാൻ ഇനി നോണ പറയുന്നില്ല, സത്യം എന്ന് തന്നെ പറയും. എനിക്ക് നിന്റെ ഡാഡിനെ ഇപ്പോഴും ഇഷ്ടമാണ്, ഡാഡിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ മമ്മിക്ക് ഇപ്പോഴും താല്പര്യമുണ്ട് എന്നിങ്ങനെ പറയാണ്. ഇഷിതയാണെങ്കിൽ ദേഷ്യത്തിൽ മഹേഷിനോട് സംസാരിക്കാട്ടോ. ഇപ്പൊ സ്വന്തക്കാരും ബന്ധുക്കാരൊക്കെ വന്നല്ലോ, ഇനിയിപ്പൊ എന്റെ ആവശ്യം എന്താ എന്നൊക്കെ പറഞ്ഞ് ചെറിയൊരു കുശുമ്പൊക്കെ ഇഷിത പറയുന്നുണ്ട്. അത് കേട്ടിട്ട് മഹേഷിന്റെ ചിരി വരുവാണ്. ആ ഒരു ഭാഗത്തോടെയാണ് പ്രൊമോ തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ.